പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ കടന്നാക്രമിച്ച് സോണിയാഗാന്ധി. പലസ്തീനെ അനുകൂലിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ തള്ളിപ്പറയുകയാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ മൂന്നാമത്തെ പലസ്തീൻ ലേഖനത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് വിമർശനം നടത്തിയിരിക്കുന്നത്. മോദി സർക്കാരിന്റെ മൗനം മനുഷ്യത്വത്തിന് എതിര്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ദേശീയ പത്രത്തിൽ സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അടുത്തിടെയായി പലസ്തീനു വേണ്ടി വാദിച്ച് സോണിയാഗാന്ധി എഴുതുന്ന മൂന്നാമത്തെ ലേഖനമാണിത്. പലസ്തീൻ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ മൗനം മാനവികതയിൽ നിന്നും ധാർമ്മികതയിൽ നിന്നുമുള്ള പിൻവാങ്ങലാണ് എന്ന് സോണിയാഗാന്ധി ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. മോദി സർക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദേശ നയമാണ് നയിക്കുന്നത്. 1988 ഇന്ത്യ പാലസ്തീനെ അംഗീകരിച്ചു. പാലസ്തീന്റെ നീതിക്ക് വേണ്ടി ഇന്ത്യ എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം കാതടപ്പിക്കുന്ന നിശബ്ദതയും മനുഷ്യത്വത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നുമുള്ള പിൻവാങ്ങലുമാണ്. മോദി സർക്കാരിന്റെ നിലപാട് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെയോ തന്ത്രപരമായ താൽപര്യങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. മറിച്ച് പ്രധാനമന്ത്രി മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത്തരം വ്യക്തിപരമായ നയതന്ത്രം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനമാകില്ല. 1988 ഇന്ത്യ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുവെന്നും ചരിത്രപരമായ പാലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് എന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. മറ്റൊരു തരത്തിൽ സോണിയാഗാന്ധി വർക്കൌട്ട് ചെയ്യുന്നത് സോറോസ് അജണ്ട തന്നെയാണ്. മോദി സർക്കാരിനെ തകിടം മറിക്കാനുള്ള വ്യക്തമായ നീക്കം. കോൺഗ്രസ് സോറോസ് ബന്ധം ഇത്രയും ശക്തമാകാൻ ഏറ്റവും പ്രധാന കണ്ണികളായി പ്രവർത്തിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സോണിയയ്ക്കും രാഹുലിനുമാണ് എന്ന വിമർശനം പൊതുസമൂഹത്തിൽ ശക്തമാണ്. അതിനുള്ള ഏറ്റവും പ്രധാന തെളിവ് പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കിൾ 370 മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർത്തത് തന്നെയാണ്. സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്രയിൽ വ്യക്തമായതാണ്. സോറോസിന്റെ സംഘടനാ നേതാവ് രാഹുലിന്റെ സഹയാത്രികനായി കൂട്ടുവന്നത് തങ്ങൾക്കെതിരായ ഗുരുതരവും രാജ്യദ്രോഹപരവുമായ ആരോപണങ്ങളോട് പാർലമെന്റിനകത്തോ പുറത്തോ പ്രതികരിക്കാൻ സോണിയയോ രാഹുലോ തയ്യാറായില്ല എന്നതുമൊക്കെ ശ്രദ്ധേയമാണ്. ലഡാക്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന കലാപത്തിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന ആരോപണം നിലനിൽക്കവെയാണ് നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങൾക്കെതിരെ സോണിയയുടെ ആരോപണം. സോനം വാങ്ചുക്കിനെ കോൺഗ്രസ് പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ അതേസമയം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലഡാക്കിലെ ലേയിൽ കലാപം പുറപ്പെട്ടപ്പോൾ താൻ നിരാഹാര സമരം പിൻവലിക്കുന്നതായി ഇയാൾ പ്രഖ്യാപിച്ചിരുന്നു. കലാപം ഒന്നിനും പരിഹാരമല്ല എന്നും ഗാന്ധിജിയുടെ വഴിയാണ് തന്റേത് എന്നും സോനം വാങ്ചുക് അഭിപ്രായ പ്രകടനവും നടത്തി. സെപ്റ്റംബർ 10 യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക് എന്ന പരിസ്ഥിതി NGO പ്രവർത്തകൻ ലഡാക്കിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ വാക്കുകളാണുള്ളത്. എന്നാൽ ഇത് അയാളുടെ മുഖം മൂടി മാത്രമാണ് എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സെപ്റ്റംബർ 10 യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ഇയാളുടെ പ്രസംഗം പുറത്തായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രസംഗം വൈറലായി പ്രചരിക്കുന്നു. സെപ്റ്റംബർ 24 കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ലേയിൽ കലാപത്തിന് വഴിമരുന്നിട്ട് കൊടുത്തത് എന്നും പറയുന്നു. ഇക്കാര്യം ആരോപിച്ചുകൊണ്ട് BJP IT സെൽ മേധാവി അമിത് മാളവിയയും രംഗത്ത് വന്നു. യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന സോനം വാങ്ചുക്കിന്റെ പ്രസംഗവും അമിത് മാളവിയ പങ്കുവച്ചിട്ടുണ്ട്. 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ കലാപത്തിന് ശേഷം ലേയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ലേ മുഴുവനും ഇപ്പോൾ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി രാജ്യ താൽപര്യം ബലികഴിക്കുകയായിരുന്നു എങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെ പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ തുടർച്ചയാണ് കോൺഗ്രസ് സോറോസ് ബന്ധം. കോൺഗ്രസും OCCRP എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കാനും അതുവഴി ഇന്ത്യയെ സാമ്പത്തികമായി ഇല്ലാതാക്കാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ടുകൾ ചമയ്ക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഗൂഢലക്ഷ്യം. ജോർജ് സോറോസ് ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവരുടെ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.